ഹരി ഓം. വിഷ്ണു സഹസ്രനാമ സ്തോത്രം, ശ്ലോകം 42. സുഭുജോ ദുർധരോ വാഗ്മീ മഹേന്ദ്രോ വസുതോ വസു നൈകരൂപോ ബൃഹദ്രൂപ ശിബിവിഷ്ട പ്രകാശനഃ. ഹരി ഓം. ഹരി ഓം. 265-ാമത്തെ നാമം സുഭുജ. ശോഭനങ്ങളായ ഭുജങ്ങളോടുകൂടിയവൻ, കൈകളോടുകൂടിയവൻ എന്നർത്ഥം. ഈ ലോകത്തെ മുഴുവൻ രക്ഷിക്കാൻ തൻ്റെ കൈകൊണ്ട് ഭഗവാൻ എല്ലാം ഈ ലോകത്തിലേക്ക് ദാനം ചെയ്യുകയാണ്. താൻ സൃഷ്ടിച്ച എല്ലാ ജീവജാലങ്ങൾക്കും കഴിയാനുള്ളതൊക്കെ ഇവിടെ വച്ചിട്ടുണ്ട്, നിറച്ചു വച്ചിട്ടുണ്ട് എന്നാണ്. എല്ലാം കൊടുത്ത് ഈ ലോകത്തെ രക്ഷ ചെയ്യുന്ന, അതുപോലെ ശോഭനങ്ങളായ കൈകളുള്ളവൻ എന്ന അർത്ഥത്തിൽ സുഭുജ. 266-ാമത്തെ നാമം ദുർധര. ധരണം ചെയ്യാൻ, അതായത് വഹിക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഭൂമി തുടങ്ങിയവയൊക്കെ ഭഗവാൻ ധരണം ചെയ്യുന്നു, ധരിക്കുന്നു എന്നതിനാൽ ദുർധര. എന്നാൽ ഭഗവാനെ ധരിക്കുക എന്നാൽ ഉൾക്കൊള്ളുവാൻ സാധിക്കുക എന്നാണ്. അത്ര പെട്ടെന്നൊന്നും ആർക്കും സാധ്യമല്ല എന്നാണ്. എന്നതിനാലും ദർധുരഹ എന്ന നാമം. 267-ാമത്തെ നാമം വാഗ്മി. നല്ല വാക്ചാതുര്യമുള്ളവൻ. കാരണം ഭഗവാന്റെ വാക്കുകളാണ് വേദങ്ങൾ. അത്രയും ശ്രുതി ശുദ്ധമായിട്ടുള്ള ആ വേദവാക്കുകൾ ഉച്ചരിച്ചവനാണ് ഭഗവാൻ. അതിനാൽ ഭഗവാൻ വാഗ്മി. 268-ാമത്തെ നാമം മഹേന്ദ്ര. ഇന്ദ്രാദികൾക്ക് കൂടി ഈശ്വരനായിരിക്കുന്നവൻ എന്ന അർത്ഥം. 269-ാമത്തെ നാമം വസുദഹ. വസു എന്നാൽ ധനസമൃദ്ധി. ഭഗവാൻ പ്രസാദിച്ചാൽ ഭക്തന്മാർക്ക് ധനധാന്യങ്ങൾ ഭഗവാൻ യഥേഷ്ടം കൊടുക്കുന്നെന്നാണ്. അല്ലെ, ഹരിനാമം ചൊല്ലുന്ന ദിക്കിങ്കൽ ധനധാന്യങ്ങൾ വർദ്ധിക്കാൻ ഇടവരട്ടെ എന്ന് വിഷ്ണുമൂർത്തി കോലം പറയാറുണ്ട്. ആ ഒരു ധനസമൃദ്ധി അത് ലഭിക്കാൻ ആര് പ്രസാദിക്കണം? ഭഗവാൻ പ്രസാദിക്കണം. നമുക്ക് ഉദാഹരണത്തിന് നമ്മുടെ കുചേലന്റെ കഥ എടുക്കാം. കുചേലൻ കുറെ കാലം ദരിദ്രനായിരുന്നു, ബാഹ്യമായിട്ടായിരുന്നു ദാരിദ്ര്യം. എങ്കിലും ഭഗവാനെ എന്ന് കണ്ടുവോ അന്ന് മുതൽ കുചേലൻ അതിധനികനായി മാറിയ കഥ ഇത് വളരെ പ്രസിദ്ധമാണല്ലോ. അങ്ങനെ തൻ്റെ ഭക്തന്മാർക്ക് അന്നാദി ധാന്യങ്ങളും ഭൗതികമായി സൗകര്യങ്ങളും എല്ലാം ദാനം ചെയ്യുന്നു എന്നതിനാൽ വസുദഹ. 270-ാമത്തെ നാമം വസുഹു. ഇങ്ങനെ ദാനം ചെയ്യപ്പെടുന്ന ആ ധനസ്വരൂപൻ അത് ഭഗവാൻ തന്നെയാണ് എന്നതിനാൽ ഭഗവാൻ വസുഹു. അപ്പോൾ എല്ലാ ഐശ്വര്യങ്ങളും സിദ്ധിക്കുക എന്ന് വെച്ചാൽ ഭഗവാനെ ലഭിക്കുക എന്ന് തന്നെയാണ് അർത്ഥം. കാരണം ഭഗവാന്റെ വക്ഷസിലാണ് ഐശ്വര്യ ലക്ഷ്മി ഇരിക്കുന്നത്. അപ്പോൾ ലക്ഷ്മിയെ ലഭിക്കുക എന്നാൽ ഭഗവാനെ ലഭിക്കുന്നതിന് തുല്യമാണ്. 271-ാമത്തെ നാമം നൈകരൂപ ന ഏകരൂപ. അതായത് ഒരേ നിലയിൽ ഒരു രൂപമില്ലാത്തവൻ. തൻ്റെ ഭക്തന്മാർ എങ്ങനെയാണ് ഭജിക്കുന്നത് അങ്ങനെ രൂപം എടുക്കുന്നവനാണ് ഭഗവാൻ. അല്ലെങ്കിൽ സാഹചര്യത്തിനനുസരിച്ച് ഭഗവാൻ തന്നെ എന്താണ്, തനിക്കൊരു രൂപത്തെ നിശ്ചയിക്കുന്നു. അതാണ് നൈകരൂപ. 272-ാമത്തെ നാമം ബൃഹദ് രൂപ. വലിയ രൂപത്തോടു കൂടിയവൻ. ഭഗവാന്റെ അവതാരങ്ങളായിട്ടുള്ള മത്സ്യാവതാരം, വരാഹാവതാരം, അതുപോലെ വാമനാവതാരം, ഇവയിലൊക്കെ തന്നെ ഭഗവാൻ ആദ്യം പ്രത്യക്ഷപ്പെടുമ്പോൾ വളരെ ചെറിയ രൂപമായിരുന്നു. പക്ഷേ അവതാര ലക്ഷ്യം പൂർത്തീകരിക്കേണ്ട സമയമായപ്പോൾ ഭഗവാൻ ബൃഹത്തായിട്ടുള്ള വലിയ രൂപത്തിലേക്ക് മാറിയതായിട്ട് കാണാം. അതുപോലെ കൂർമാവതാരവും അങ്ങനെ തന്നെയാണ്. അത്രയും വലിയ യോജന, 100 യോജന എന്നാണ് പറയുന്നത്. നീളവും വീതിയും ഉയരവും ഒക്കെയുള്ള ആ ബൃഹത്തായിട്ടുള്ള ഒരു രൂപമായിട്ട് മന്ദരപർവ്വതത്തെ ഉയർത്തിയത്. ഇങ്ങനെ ആവശ്യത്തിനനുസരിച്ച് ഏറ്റവും വലിയ രൂപത്തിലേക്ക് മാറുന്നവൻ അല്ലെങ്കിൽ മാറിയവൻ എന്ന അർത്ഥത്തിലാണ് ബൃഹദ് രൂപ എന്ന നാമം. 273-ാമത്തെ നാമം ശിബിവിഷ്ട. ഇവിടെ യാഗങ്ങളിൽ ബലി കൊടുക്കാനുള്ള മൃഗങ്ങൾക്കാണ് ശിബികൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ യജ്ഞമൂർത്തിയാണ് ഭഗവാൻ. അങ്ങനെ യാഗങ്ങളിൽ ബലി കൊടുക്കാനുള്ള മൃഗങ്ങളിലേക്ക് യജ്ഞമൂർത്തിയായ ഭഗവാൻ പ്രവേശിക്കുന്നു. വിശദി. അങ്ങനെ ശിബി വിഷ്ട. ശിബികളിൽ പ്രവേശിക്കുന്നതിനാൽ
ശിബിവിഷ്ടൻ എന്നൊരു പേരുകൂടെ ഭഗവാൻ ഉണ്ട് എന്നാണ്. 274 നാമം പ്രകാശനഃ. എല്ലാ വസ്തുക്കളെയും അവരുടെ ഉള്ളിൽ ജീവാത്മസ്വരൂപത്തിൽ ചൈതന്യമായിട്ടിരുന്ന് ആ ജഡവസ്തുക്കളെയും പ്രകാശിപ്പിക്കുന്നവൻ ആരോ അവൻ പ്രകാശനഃ. അങ്ങനെ ഭഗവാന് പ്രകാശനഃ എന്ന നാമം ഉണ്ട്. ഹരിയോം.